കാണാതായ ഷിജിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ 10ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എനിക്കൊപ്പമുള്ളത് സ്കൂബ സംഘത്തിലെ അംഗങ്ങളാണ്. ഈ രാവിലെ മുതൽ തന്നെ ഇവർ പരിശോധനയിലായിരുന്നു. ഇപ്പോൾ അവർ കരയിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നിലവിൽ പരിശോധനയിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്താനുള്ള പരിശോധനയിലൊരു നമ്മൾ പറഞ്ഞില്ല, ഒരു 99% നമുക്ക് അവിടെ ഇല്ല എന്നുകൊണ്ട് നമുക്ക് പറയാം. കാരണം നല്ല രീതിയിൽ നമ്മൾ അഴിച്ചു പറക്കി നോക്കിയിട്ടുണ്ട്. കല്ലിനോട് അകത്തേക്ക് തന്നെ കയറി ഗ്യാപ്പുകളിലെല്ലാം നോക്കി. നമുക്ക് ടോർച്ച് സിസ്റ്റംസ് എല്ലാം ഉണ്ട്. സോ കല്ലിനിടയിൽ തന്നെ നമ്മളെല്ലാം നോക്കി. പിന്നെ ഇതിന് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒഴുക്ക് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ നമുക്ക് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഒരു അവസ്ഥയിലല്ല. കടൽ ഭയങ്കരമായിട്ട് റഫായി നിൽക്കുന്ന സമയമാണ്. നമ്മൾ എന്തായാലും ശ്രമിച്ചു നോക്കി. പക്ഷേ കറണ്ട് നമ്മളെ കൈ നിൽക്കാത്ത രീതിയിലുള്ള കറണ്ടാണ്. നിലവിൽ നമ്മൾ ആ പാറക്കെട്ടുകൾക്കിടയിലാണല്ലോ പരിശോധന നടത്തിയത്. വീണ്ടും അവിടെ തന്നെയാണോ പരിശോധന നടത്താൻ പോകുന്നത്? പാറക്കെട്ടുകൾക്കിടയിലാണ് ഇപ്പോൾ നമ്മൾ പരിശോധന നടത്തിയത്. പിന്നെ നമ്മൾ പോയിടത്ത് തന്നെ വീണ്ടും പോയതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ നമ്മൾ ഏരിയ മാക്സിമം കവർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം കടലിനൊതുങ്ങി കുറച്ചുകൂടെ ഒരു ഈ കലക്കലൊക്കെ ഒന്ന് മാറുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോ ഉച്ചയ്ക്ക് ശേഷം പരിശോധന ഉണ്ടാവും, അതോ അവസാനിപ്പിക്കാം? കാലാവസ്ഥ അനുസരിച്ചായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. കാലാവസ്ഥ ഇപ്പൊ അനുകൂലമാണെങ്കിൽ അടുത്ത ഏത് ഏരിയയിലേക്കായിരിക്കും മാറി ഇപ്പൊ ചെയ്തതിൽ നിന്നും മാറി കുറച്ചുകൂടെ ഉള്ളിലേക്കായിരിക്കും നമ്മൾ ഉദ്ദേശം നോക്കാൻ പറ്റുന്നത്. പുറത്ത് നമുക്ക് അകത്തേക്ക് നോക്കേണ്ട സാധ്യതയില്ല. കാരണം തിരക്ക് പ്രഷർ കുറവാണ്. സോ അവർ നമ്മുടെ ഒരു ബോഡിയിലെ അകത്തേക്ക് പ്രഷർ ചെയ്ത് വെക്കാനുള്ള സാധ്യതയില്ല. സോ പിന്നുള്ളത് തിര അടിക്കുന്ന ഭാഗത്താണ്. അവിടെ പക്ഷെ തിര ഒതുങ്ങിയാൽ മാത്രമേ നമുക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു വെയിറ്റ് ഉള്ള ബോഡിക്ക് സംഭവിക്കുന്ന അതേ അവസ്ഥ തന്നെ നമുക്കും സംഭവിക്കാം. അപ്പോൾ ഇത് നല്ല കടലാക്രമണം ഉണ്ടല്ലേ, തിരയടിയുണ്ട്, നല്ല രീതിയിൽ കടൽ റഫാണ്. കാരണം മഴക്കാലമാണ്, അതിന്റെ റഫായിട്ടുണ്ട്. സോ മാത്രമല്ല തിരയുടെ ശക്തി ഇപ്പൊ കൂടി വരികയാണ്. ഞങ്ങളിപ്പോൾ രാവിലെ ആ തിര ഒതുങ്ങുന്ന സമയത്താണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. ഇനിയിപ്പം നല്ല റഫാകുന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടും നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. സോ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. താഴ്ച ഉണ്ടാവും ആ ഭാഗത്തൊക്കെ? അവിടെ എങ്ങനെ പോയാലും ഒരു 13-14 അടിയോളം താഴ്ച ഉണ്ടാവും. അതെ, ഇറങ്ങുന്നത് ബുദ്ധിമുട്ട് അങ്ങനെ പറയാം. നമുക്ക് കുറച്ച് രീതിയിൽ നിൽക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ മാക്സിമം ലിമിറ്റഡ് ആണ്, ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ് നമുക്ക് അവിടെ. എന്തായാലും നിയന്ത്രണത്തിനുള്ളിൽ നിന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ സ്കൂബ സംഘം നടത്തിയിട്ടുള്ളത്. പരമാവധി കവർ ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥയ്ക്ക് കൂടി നോക്കി പരിഗണിച്ചുകൊണ്ടായിരിക്കും പരിശോധന തുടരുക എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.